അടുത്തത് കേസ് നമ്പർ 2. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്റ്റർ ഫോം, കുളം ലോയുടെ വെക്റ്റർ ഫോമായിട്ട് ശരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന രണ്ട് അൺലൈക്ക് ചാർജസ്, അതായത് ഒന്ന് പോസിറ്റീവും ആയിരിക്കും ഒന്ന് നെഗറ്റീവും ആയിരിക്കും. അങ്ങനെയുള്ള ചാർജുകളെ പറ്റിയിട്ടാണ് കുളംസ് ലോ നമ്മളുടെ അടുത്ത് ഡിറൈവ് ചെയ്യാൻ പറയുന്നത്. ആൻഡ് ഓൾസോ സ്റ്റേറ്റ്മെന്റിലും അതാണ് പറയുന്നത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ചാർജസ് എന്നാണ് അവിടെ പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അൺലൈക്ക് ചാർജസുകളെ കുറിച്ചിട്ടാണ് നമുക്ക് വെക്ടർ ഫോമിലും പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് നോക്കാം. Q1 Q2 രണ്ട് ചാർജുകളാണ്, പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. Q1 പോസിറ്റീവും Q2 നെഗറ്റീവുമാണ്. അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് R. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത് ഫോഴ്സ് ഓൺ പ്ലസ് Q1 ഡ്യൂ ടു മൈനസ് Q2. ഇവിടെ അങ്ങനൊന്നും കണക്കാക്കിയില്ലെങ്കിൽ ഈ പ്ലസും മൈനസിനേക്കാൾ പ്രധാനം ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. Q1 കാരണം Q2വിനുണ്ടാകുന്ന ഫോഴ്സ് ആണ് F12, അത് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, അതേ മൂലം തന്നെ ഈ ഡിസ്റ്റൻസ് ഉണ്ടാവുന്ന മാറ്റമാണ് R12. R12 എന്ന് പറയുമ്പോൾ അതൊരു യൂണിറ്റ് വെക്ടറാണ്. സോ ക്യാപ്പ് നിർബന്ധമാണ്, അതായത് ഇതിന് മണ്ടക്കിടുന്ന ഈ സംഭവം. ഇനി ഫോഴ്സ് ഓൺ മൈനസ് Q2 അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1 ചാർജ്, അന്നേരം എന്താ പറയുക? F21. Q2 കാരണം Q1 ഉണ്ടായ ചാർജ് F21. മനസ്സിലായോ? ഡിസ്റ്റൻസോ R21 എന്നായി. ഇനി നമ്മളൊന്ന് എടുത്തെഴുതാൻ പോവാണേ. അപ്പോൾ F12ഉം F21ഉം നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിട്ടി. പക്ഷെ ഇവിടെ നമുക്ക് വേറൊരു ചേഞ്ചസ് കാണാം. R12ഉം R21ഉം ഓപ്പോസിറ്റ് ആണ്. ഇത് ഓൾറെഡി ഓപ്പോസിറ്റ് ആണെന്ന് നമുക്കറിയാം, അത് നമ്മൾ നേരത്തെയും പറഞ്ഞു വെച്ചിരുന്ന കാര്യമാണ്. പക്ഷെ ഇത് നമ്മൾ ഇവിടെയും ഓപ്പോസിറ്റ് കിട്ടിയടാ. അപ്പം എന്താ, ഇവിടെയും ഓപ്പോസിറ്റ്, അതായത് രണ്ട് ലൈക്ക്ഡ് ചാർജസിലും അത് ഓപ്പോസിറ്റ് ആണ്, അൺലൈക്ക് ചാർജസിലും അത് ഓപ്പോസിറ്റ് ആണ്. അതാണ് പറയാൻ പോകുന്നത്. അത് നമ്മൾ എഴുതിയെടുക്കുകയാണ്. F12 എന്ന് പറയുന്നത് എന്തിൻ്റെ കേസാണ്? Q1 കാരണം Q2വിനുണ്ടായ ഫോഴ്സ് ആണ് 1/4πε0. ഇതിന് പകരം സ്കൂളിൽ K എന്നായിരിക്കും തന്നിട്ടുള്ളത്. ഓക്കെ, 1/4πε0 Q1 Q2/R² ഇൻറ്റു R12 ക്യാപ്പ്. അതേപോലെ തന്നെ പക്ഷെ ഇവിടെ F21 വന്നപ്പോൾ ഒരു മൈനസ് വന്നു. എന്തുകൊണ്ടാണ് മൈനസ് വന്നതെന്നറിയാവോ? ഇവിടെ പറയുന്നത് അത് ഓപ്പോസിറ്റ് ആണ്, ഇവിടെയും പറയുന്നു അത് ഓപ്പോസിറ്റ് ആണെന്ന്. അതുകൊണ്ടാണ് അതിൻ്റെ മൈനസ് വന്നത്. ഇത് പറയുന്ന ഒരു തിയറിയാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. തേർഡ് ലോ എന്താണ് പറയുന്നത്? അത് ഈ ഫോഴ്സുകളെ പറ്റിയിട്ടല്ലേ പറയുന്നത്. അതെന്താ പറയുന്നതെന്ന് അറിയാവോ? ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് തന്നെയല്ലേ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന. ഏതൊരു ആക്ഷൻ ആയിക്കോട്ടെ അതിന് ഈക്വലും ഓപ്പോസിറ്റും, അതായത് ഈക്വലും ആയിരിക്കും പക്ഷെ ഓപ്പോസിറ്റുമായിട്ടുള്ള റിയാക്ഷൻസ് കാണും. അതിനെ പറയുന്നതാണ് വെക്റ്റർ ന്യൂട്ടൺസ് തേർഡ് ലോ. പക്ഷെ നമുക്കത് വെക്റ്റർ ഫോമുമായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നത്. മനസ്സിലായോ എന്നറിയത്തില്ല, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കേ.